രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ വിവാദ പ്രസ്താവനയിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 10 കോടിയോളം വരുന്ന ആദിവാസി വിഭാഗത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ മോദി സ്വന്തം മാതൃഭാഷ ഒഡിയ ആയിരുന്നിട്ട് കൂടി ഹിന്ദിയിൽ പ്രസംഗം നടത്തിയതിന് രാഷ്ട്രപതിയെ പ്രശംസിക്കുകയും ചെയ്തു. ഇത് രാജകുടുംബത്തിന്റെ അഹങ്കാരത്തെ പ്രതിഫലിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിലെ ദ്വാരകയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. ഈ അവസരത്തിൽ സോണിയാഗാന്ധിക്കെതിരെ മാത്രമല്ല രാഹുലിനെതിരെയും മോദി വിമർശനം ഉന്നയിച്ചു. ഒഡീഷയിലെ വനങ്ങളിലെ ആദിവാസി കുടുംബത്തിൽ നിന്ന് വന്ന ദ്രൗപദി മുർമു ഇന്ന് അത്തരമൊരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അവരുടെ മാതൃഭാഷ ഹിന്ദിയല്ല, ഒഡിയയാണ്. അവർ കേട്ടു വളർന്നത് അതായിരുന്നുവെന്ന് മോദി ചൂണ്ടിക്കാട്ടി. ഗാന്ധി കുടുംബത്തെ രാജകുടുംബം എന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. ദരിദ്രർ, ദളിതർ, ആദിവാസികൾ, മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരിൽ നിന്ന് മുന്നേറുന്ന എല്ലാവരെയും അപമാനിക്കുന്നത് കോൺഗ്രസിന്റെ പൊതുവെയുള്ള ശീലമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ആദിവാസി പുത്രി വിരസമായ പ്രസംഗമാണ് നടത്തിയതെന്ന് ഒരു രാജകുടുംബം പറഞ്ഞു. മറ്റൊരാൾ ഒരു പടി കൂടി മുന്നോട്ടു പോയി രാഷ്ട്രപതിയെ പാവമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് രാജ്യത്തെ 10 കോടി ആദിവാസി സഹോദരി സഹോദരന്മാർക്ക് അപമാനമാണ്. ഇത് രാജ്യത്തെ എല്ലാ പാവപ്പെട്ടവർക്കും അപമാനമാണെന്നും മോദി തുറന്നടിച്ചു. അതേസമയം ബജറ്റിന് മുന്നോടിയായി സഭയെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ സോണിയാഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. പാവം രാഷ്ട്രപതി വായിച്ചു തളർന്നുവെന്നായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ വിരസമെന്ന് രാഹുൽ ഗാന്ധിയും വിശേഷിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ BJP കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു. രാഷ്ട്രപതി ഭവനും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കൾ നടത്തിയ അഭിപ്രായങ്ങൾ മോശവും ദൗർഭാഗ്യകരവും പൂർണ്ണമായും ഒഴിവാക്കുന്നതുമാണ്. ഇത് ഉയർന്ന പദവിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണെന്നും രാഷ്ട്രപതി ഭവൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം രാഷ്ട്രപതിയുടെ അഭിസംബോധനയെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു സോണിയാഗാന്ധി ഇത്തരത്തിൽ പ്രതികരിച്ചത്. എന്നാൽ സോണിയ നടത്തിയത് രാഷ്ട്രപതിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണെന്നാണ് BJP ആണയിട്ട് പറയുന്നത്. രാഷ്ട്രപതി അഭിസംബോധനയുടെ അവസാനത്തോടെ വളരെ ക്ഷീണിതയായിരുന്നു. അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. പാവം എന്നായിരുന്നു സോണിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഷ്ട്രപതി ഒരേ കാര്യം തന്നെ ഒരുപാട് തവണ ആവർത്തിക്കുകയാണെന്ന് അടുത്തുനിന്ന രാഹുൽ ഗാന്ധിയും ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇതിനു പിന്തുണയുമായി രംഗത്ത് വന്നു. രാഷ്ട്രപതിയെ സർക്കാരിന്റെ റബ്ബർ സ്റ്റാമ്പ് മാത്രമെന്ന് വിശേഷിപ്പിച്ച പൂർണിയ MP പപ്പു യാദവും തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി. രാഷ്ട്രപതി ഒരു സ്റ്റാമ്പ് പോലെയാണ്. അവർക്ക് ഒരു ലേഖനം വായിച്ചാൽ മാത്രം മതിയെന്നും പപ്പു യാദവ് ചൂണ്ടിക്കാട്ടി. തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജിയും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനെതിരെ രംഗത്തെത്തി. വളരെയധികം തമാശ നിറഞ്ഞതും നിരാശ നൽകുന്നതുമായ പ്രസംഗമാണ് രാഷ്ട്രപതിയുടേതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പ്രസംഗത്തിൽ തനിക്ക് നിരാശയുണ്ടെന്നും രാഷ്ട്രപതി ഒരിക്കലെങ്കിലും മണിപ്പൂരിൽ പോവുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ബാനർജി ചൂണ്ടിക്കാട്ടി.